ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഈ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഫുട്ബോളിന്റെ ആൽബം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഫുട്ബോൾ ആൽബമാണ് ഈ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇതെന്റെ രണ്ടാമത്തെ വേൾഡ് കപ്പിന്റെ ആൽബമാണ്. ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പിനും ഒരു പാട്ട് ചെയ്തിരുന്നു. അത് ഒരുപാട് വൈറലായിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇത് ഇക്കൊല്ലം അപ്പൊ ഞാനൊരു ഫുട്ബോളറാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഫുട്ബോളിനുള്ള ഒരു ഡെഡിക്കേഷൻ. അപ്പൊ എനിക്ക് കളിയൊക്കെ നിർത്തേണ്ടി വന്നതാണ് ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് കളി. അപ്പൊ ഇപ്പോഴേ പാഷനെ കൊണ്ടു നടക്കാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആൽബങ്ങൾ ചെയ്യണത്. അപ്പൊ ഇപ്രാവശ്യത്തെ പാട്ട് പാടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വർഷമാണ് പാടിയത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് പഠിക്കാൻ എനിക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള സമയത്ത് എന്നെ സഹായിച്ചിട്ടുള്ള എന്റെ തൊട്ടടുപ്പുകളാണ് ലൈജു സെബാസ്റ്റ്യൻ. ആള് നമുക്ക് എപ്പോഴും സപ്പോർട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ആൽബത്തിന് ആള് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം എടുത്തു പറയാണ്. പിന്നെ ഈ വർഷത്തെ ഇപ്പൊ ഈ പാട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് പൂജ രമേശിന് ഞാന് തികച്ച ആകസ്മികമായിട്ടാണ് പരിചയപ്പെട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ടാലന്റുള്ള ഒരു കുട്ടി, പാടാൻ കഴിവുണ്ട്, പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ, ഓട്ടിസത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ നേരിട്ട് കുട്ടിയുടെ പാട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയി ഈ കുട്ടി രണ്ടുമൂന്ന് പാട്ട് പാടി. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ രമേശോട് അങ്ങനെ പറഞ്ഞു, എന്റെ അടുത്ത ആൽബം എന്തായാലും ഞാൻ ആളെ കൊണ്ട് പഠിക്കുന്നു പറഞ്ഞു. അങ്ങനെ അടുത്ത ആൽബം വേൾഡ് കപ്പിന്റെ ആയിരുന്നു. അപ്പോ പൂജയായിട്ട് കണ്ട് സംസാരിച്ച് പാട്ട് പഠിപ്പിക്കണം. എന്താ വെച്ചാൽ ഇംഗ്ലീഷ് സോങ് ആണ്. അപ്പൊ പൂജ ഫസ്റ്റ് പാട്ടല്ലേ റെക്കോർഡിങ്, പൂജ ഫസ്റ്റ് ആൽബമാണ്. അപ്പൊ പൂജയ്ക്ക് ഒരുപാട് പാടുന്ന വെച്ചാലും ഈ പാട്ട് സ്റ്റുഡിയോയില് പാടാനുള്ള ഒരു പുതിയ പാട്ടായതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കണം. അവനെ പിന്നെ നമ്മുടെ അച്ഛനായിട്ട് കോണ്ടാക്ട് ചെയ്ത് പൂജയുടെ ഒരു ഗുരുവാണല്ലേ ഗുരുവായിട്ട്. അപ്പൊ അച്ഛന്റെ സഹായങ്ങൾ, പിന്നെ ഈ പാട്ടിന് വേണ്ടി ബാക്കി എന്റെ സഹായം അച്ഛനാണ് ചെയ്തിട്ടുള്ളത്. പാട്ട് പഠിപ്പിക്കാനും അതിനു വേണ്ടി റെക്കോർഡിങ്ങിനും ഇനോഗ്രേഷൻ പരിപാടികൾ സുരേഷ് ഗോപിതാണ് സാർ ചെയ്തത്. അതിലെല്ലാതിന്റെയും പിന്നീട് അച്ഛന്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ആൽബത്തിന്റെ പേര് ഗോളാസോ എന്ന് പറഞ്ഞാൽ ഗോൾ എന്നാണ് അർത്ഥം. ഇതിലൊരു പ്രത്യേകത പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇത് വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ സംഭവമായിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നത്. എന്താ വെച്ചാല് ഓട്ടിസം ബാധിച്ചിട്ട് ഒരു കുട്ടി ഇന്ന് വരെ വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു പാട്ട് പാടിയിട്ടില്ല, ഫുട്ബോളിന്റെ പ്രത്യേകിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതൊരു റെക്കോർഡാണ്. ഞാനിപ്പോ ഗിന്നസ് ബുക്ക് ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം പറയാനുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത്തെ വേൾഡ് ആൽബം ചെയ്തത് അതും ഒരു റെക്കോർഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാല് ഒരു വ്യക്തി തന്നെ എഴുതി മ്യൂസിക് ചെയ്തിട്ട് ഉള്ള പാട്ടുകൾ. ഷക്കീറ ചെയ്തിട്ടുണ്ട് 4 പാട്ട്, പക്ഷെ അത് ഫുള്ള് വലിയ ടീം വർക്ക് ആയിരുന്നായിരുന്നു. അപ്പൊ അങ്ങനെ 2 സംഭവം നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ വേൾഡ് റെക്കോർഡ് അവരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഈ പാട്ട് പ്ലേ ചെയ്യാൻ സൗകര്യം നന്നായി. പാട്ട് പാടും. പൂജ ഈ പാട്ട് കൂടി കൊടുത്തിട്ട് പാട്ടിനെ പഠിപ്പിക്കാം. പാടാൻ എനിക്ക് ടഫ് സോങ് ആണ്. പൂജ ഓട്ടീസത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടിയാണ്. കുട്ടിയുടെ മാതാപിതാക്കളും കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് ഓട്ടീസത്തെ ജീവിച്ച് സംഗീത ലോകത്തിന് ഉയർന്നു വരുന്നത്. അപ്പൊ അതും ഒരു വേൾഡ് കപ്പ് സോങ് പാടാനായിട്ട് പൂജയ്ക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങള് സാധിക്കുന്നവര് പത്രം വേറൊരു പുസ്തകമല്ല, കുട്ടിയെ കുറിച്ച് ഫീച്ചറായി അത് കൂടുതൽ ആളുകളിലേക്ക് നല്ല രീതിയിൽ എത്തുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പൂജ രമേഷ്, പൂജയുടെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് രമേഷ്, അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് സുജാത.
Stand up, baby, everybody come on, Mr. Gentleman. Oh, are you? Masadio, Policia, you say me Masadio, Masadio, Policia, you say me Mercy, mercy, Cristiano, pele, pele, mama, mercy, 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 don't you Mercy, 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 don't you Going Chantan, Club of Pushkar, looking for your conslayer on the sickle. Sita is Sita. Going Chantan, looking forward on the sickle. Sita is Sita. Police in my car, charges are cut in my car, roses are cutting through me. My heart is pounding, my heart is pounding. Mercy, mercy, Cristiano, pele, pele, mama, mercy, 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 don't you mercy, 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 don't you mercy, mercy. പാട്ട് ഉണ്ടാക്കുകയാണ് വലിയൊരു മനസ്സാണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ടാണ് അദ്ദേഹം പൂജാ രമേഷിനെ കൊണ്ട് പാടിപ്പിക്കാനുള്ള ഒരു താല്പര്യമായിട്ട് മുന്നോട്ട് വന്നത്. പ്രത്യേകം അറിയിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് കുട്ടികളെ ഈ കുടുംബത്തെ ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ പൂജ മാത്രമല്ല വലിയൊരു ലോകമാണ്. അവരെ കൈപ്പിടിച്ച് ചേർക്കുന്ന വലിയൊരു കാര്യമാണ് സുരേഷ് മാഞ്ചസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പാട്ടിന്റെ ശരിയായിട്ടുള്ള പേര് ഉണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു കഥ പറയുന്ന പോലെയാണ്. സുരേഷേട്ടന്റെ തന്നെ ഒരു സെൽഫ് ക്യാരക്ടർ, ഒരു കാർട്ടൂൺ ക്യാരക്ടർ ചെയ്തിട്ട് ആ ക്യാരക്ടർ ഫുട്ബോൾ വേൾഡ് കപ്പ് പോകുന്ന വഴിയിലും അവിടെ ചെന്ന് കണ്ടതിന് ശേഷമുള്ള ആ ഒരു പിക്ചറൈസേഷൻ ആണ് ആ കാർട്ടൂൺ ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. അത് ഈ പാട്ടുകളിൽ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് തിരിച്ചു. സുരേഷേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ വളരെ ചെറുപ്പകാലത്ത് തൊട്ട് ഒരു സ്റ്റാറായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. കേരളയുടെ പ്ലെയറായിരുന്നു. കേരള കോച്ച് ഒരു വന്നിട്ടുണ്ട്. ആകാശിന്റെയും ഇന്ത്യന്റെയും ഒപ്പം പ്രതികളുള്ള ഒരു കളിക്കാരനാണ് സുരേഷേട്ടന്. ഞങ്ങൾ കഴിഞ്ഞ വേൾഡ് സോങ് ചെയ്തു കഴിഞ്ഞിട്ടു. അവരുടെ ആക്സിഡന്റിന് ശേഷം കളിക്കാൻ തരാനായി. പക്ഷെ ഫുട്ബോളിനോടുള്ള പാഷൻ കാരണം അവരുടെ വീടും അവരുടെ സ്ഥാപനങ്ങൾക്കെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പേരാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സ്റ്റേഷനെയാണ് പേരുള്ളത്. അപ്പൊ അവരുടെ ഡെഡിക്കേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടെ ഏർപ്പെട്ടിരുന്നത്. കാരണം അവിടെ ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിലാണ് ഇതിനുള്ള വേണ്ടി ഒരു സെക്കൻഡ് പോലും ആൾക്കാരാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ഒരിക്കലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആള് സ്വയം വണ്ടി ഓടിച്ച് മിൽമയുടെ ഏജൻസിയാണ്. അതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആള് രാത്രി വെളുപ്പും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ് എഴുത്തും മ്യൂസിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോ പലരും കളിയാക്കാറുണ്ട്. അപ്പൊ ഞാൻ കളിയാക്കാനല്ല, നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങൾ ചെയ്യാം. റിസൾട്ട് നമുക്ക് ദൈവം കൊണ്ടുവരും. അപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സോങ് വളരെ മനോഹരമായ ഒരു സോങ് ആയിരുന്നു. പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറെ കൂടി ബാക്കപ്പ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ വേൾഡ് ഫേമസ് ആയി മാറിയത്. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ ഇത് ചെയ്തത്. ഇത് വളരെ ഒരു സുരക്ഷാർത്ഥം മാത്രമല്ല, പൂജാറുള്ള കുട്ടികളുടെ ഒരു എന്താ പറയാ, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെയൊരു കലയിലൂടെ സംഗീതത്തിലൂടെ ഇങ്ങനെ ആളുകളെ കുറിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ സുരക്ഷനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നമ്മളെപ്പോഴും കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അത്രയും ഫുട്ബോൾ എന്ന ഇതിനു വേണ്ടിയിട്ട് അത് ജീവിതം ഒഴിച്ചിരിക്കുകയാണ്.
ഹലോ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ സംഗീതം എന്താ എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ഒരു മൂളിപ്പാട്ട് പോലും പാടാറുണ്ട്. എവിടെയും വെച്ച് യാത്രയിൽ വെച്ച് സംഗീതം കയറി വന്നു. 16 പാട്ടുകൾ ചെയ്തു ആൽബങ്ങൾ. ചിത്ര, ഇന്ദുലേഖ, വർഷ, അല്ല വർഷ, കുറെ ആളുകൾ പാടിപ്പിക്കാൻ പറ്റി. അപ്പോ അത് ദൈവത്തോട് നന്ദി പറയാണ്. സംഗീതത്തിന്റെ എങ്ങനെയാണ് വന്നത് എനിക്ക് ഇപ്പോഴറിയില്ല. അപ്പൊ അത് നാം ഓക്കെ. ഈ ആൽബം ഔപചാരികമായിട്ട് നമ്മുടെ ബഹുമാന്യനായ ശ്രീ സാറ് മാർച്ച് 22-ന് പൂരം എക്സിബിഷന്റെ ഉദ്ഘാടന വേളയിൽ നിർവഹിച്ചതാണ്. മാർച്ച് 22 ഈ വർഷം. പൂജയുടെ സംഗീതയാത്ര, പൂജ ഇതുവരെ പറയാത്ത കാര്യം, പൂജ സംസാരിക്കില്ല എന്നുള്ളതാണ്. മലയാളം നല്ല ഒരു ഭാഷയും സംസാരിക്കില്ല. ഓട്ടിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്, സംസാരിക്കില്ല, സോഷ്യലൈസേഷൻ ഉണ്ടാവില്ല. അങ്ങനെ കുറെ പരിമിതികൾ അവർക്ക് പൊതുവിൽ ഉണ്ട്. അപ്പൊ സംഗീതത്തിലുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട പോളച്ചനാണ് 2014 അച്ഛനോട് യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. 2014 അച്ഛൻ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് സംഗീതത്തിൽ തന്നെ പഠനം തുടരാനായിട്ട് ഞങ്ങളോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ അന്ന് അച്ഛന്റെ സ്ഥാപനമായ ചേതന സംഗീത നാട്യ അക്കാദമി വൈകിപ്പാട് അവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ BA കർണാടക സംഗീത കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജയും അതിന്റെ ഒരു ഭാഗമായി ചേർന്നു. പൂജയ്ക്ക് ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന ക്ലാസ് സംഗീതം ചേരാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് പൂജയുടെ അമ്മയും സുജാത ആ കോഴ്സിന് ചേർന്നു. സംഗീതം പഠിക്കാൻ വേണ്ടിയായിരുന്നില്ല അമ്മ ചേർന്നത്. എക്സ്പോർട്ട് പോവുക, കുട്ടിയുടെ സംരക്ഷണമൊക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 2018 ചേർന്നയിൽ വെച്ച് തന്നെ അതിന്റെ ഒരു അരങ്ങേറ്റ കച്ചേരി നടന്നു. അതും ഒരു നാഷണൽ റെക്കോർഡിൽ എല്ലാം അവസാനിച്ചത്. കാരണം ഓട്ടിസമുള്ള കുട്ടി 70% ഓട്ടിസമുള്ള കുട്ടി കർണാടക സംഗീത കച്ചേരി 1.5 മണിക്കൂർ തിരക്കിയുള്ളത് ചെയ്യുക എന്നുള്ളത് ഒരു ദേശീയ റെക്കോർഡായി മാറി. അതിനുശേഷം തുടർന്ന് അവിടെ തന്നെ കർണാടക സംഗീതത്തില് ബിരുദാനന്ദ ബിരുദം അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നേടി. 27ഓളം കച്ചേരികൾ ചെയ്തു കഴിഞ്ഞു. അതിൽ പലതും നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും അതുപോലെ തന്നെ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പും കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ സ്പോൺസർ ചെയ്ത കച്ചേരികളാണ്. 450ഓളം സ്റ്റേജുകളും പൂജ വിവിധ പരിപാടികളായി ചെയ്യുന്നുണ്ട്. ലൈവ് മ്യൂസിക് ചെയ്യുന്നുണ്ട്. 2024-ലെയും 2025-ലെയും നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് പൂജയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ മാർത്തായ്സ്ലിഹ വിമൻസ് യൂത്ത് ലീഗ് അവരുടെ 2026-ലെ വുമൻസ് ഐക്കൺ അവാർഡ് പൂജയ്ക്കായിരുന്നു. അതുകൂടാതെ റോട്ടറി ഇന്റർനാഷണൽ പൂജയ്ക്ക് ഹെൽത്ത് ചാമ്പ്യൻ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. അങ്ങനെ നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള അംഗീകാരങ്ങൾ പൂജയ്ക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ സുരേഷ് മാഞ്ചസ്റ്റർ അതും ഒരു യാദൃശ്ചികമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഞങ്ങളൊരു സുഹൃത്ത് അയച്ചു കൊടുത്തൊരു വീഡിയോ വഴിയാണ് പൂജയുടെ പാട്ട് ആദ്യമായിട്ട് കേട്ടത്. അപ്പോഴൊരു കൗതുകം തോന്നി സ്വാഭാവികമായിട്ട്. അതിനെ തുടർന്ന് ഞങ്ങളെ അന്വേഷിച്ചു, ഞങ്ങളുടെ വീട്ടിലെത്തി പൂജയെ കൊണ്ട് പാടിച്ചു, നേരിട്ട് കേട്ടു. അതിൽ നിന്നുള്ളൊരു പ്രചോദനമോ എന്ത് വികാരമാണെന്ന് എനിക്കറിയില്ല. അടുത്ത ആൽബം പൂജയെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് ഞങ്ങളോടൊന്ന് വാക്ക് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഗുളാസ്കോയുടെ നിർമ്മാണത്തിൽ പൂജ പങ്കാളിയായത്. ഈ പാട്ട് പഠിപ്പിച്ചത് ചേതനയിലെ അച്ഛൻ്റെ ശിഷ്യൻ കൂടിയായ ഡാൽവിൻ മാസ്റ്റർ എന്ന് പറയുന്ന ആളാണ് ഈ പാട്ട് പാടാൻ പൂജയെ പരിശീലിപ്പിച്ചത്. പൂജയുടെ കർണാടക സംഗീത ഗുരു ശ്രീ ദശമംഗലം നാരായണ പൂജയാണ്. ലളിത സംഗീതത്തിൽ നമ്മുടെ പ്രശസ്ത ഗായികയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റീന മുരളിയാണ് ലളിത സംഗീതം അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ പൂജയെ പരിശീലിപ്പിക്കുന്നത്. ഉല്ലാസയുടെ നിർമ്മാണ വേളയിൽ ഞങ്ങൾക്ക് ആശങ്ക കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം പൂജയ്ക്ക് ഭാഷ പ്രശ്നമല്ല. ഏത് ഭാഷ പറഞ്ഞാലും പൂജയെ സംബന്ധിച്ചോളം മറ്റേ നോട്ടുകൾ മാത്രമാണ്, അതിന്റെ പ്രസ്ഥാനങ്ങൾ മാത്രമേ അവർക്ക് നോക്കേണ്ടതുള്ളൂ. ഭാഷ വിഷയമില്ല.
അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും തെലുങ്ക് ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെ. അപ്പോ പക്ഷെ ഇംഗ്ലീഷ് ഭാഷയ്ക്കൊരു പ്രത്യേകത ഉള്ളത് അതിന്റെ ഉച്ചാരണവും അതിന്റെ ആക്സന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ പ്രശ്നമൊന്നുമില്ലാത്തത് പോലും ഇംഗ്ലീഷ് ഭാഷയുടെ ആക്സന്റ് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അല്ല, അതിന്റെ ശരിക്കുള്ള ആക്സന്റ് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ദീർഘനാള് വേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണ്. അത് എളുപ്പമല്ല. പക്ഷെ പൂജയ്ക്ക് ആ ആക്സന്റ് പഠിച്ചിട്ട് ആ ആക്സന്റ് ഉപയോഗിച്ച് പാടാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. പൂജയുടെ നൈസർഗികമായ ശബ്ദവും നൈസർഗികമായ ആക്സന്റും എന്താണോ അത് ഉപയോഗിച്ച് ആ ഭാഷയിൽ ഒരു പാട്ട് പാടിക്കോട്ടെ, അതിന്റെ പരിമിതികൾ അതിലുണ്ടായിക്കോട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ചോളം പാട്ട് പാടുന്നതിനേക്കാൾ വലിയൊരു സന്ദേശം എന്ന് കൈമാറാനുണ്ട്. അതായത് ദേശീയവും പ്രാദേശികവും അന്തർദേശീയവുമായിട്ടുള്ള ഉൾച്ചേരൽ പ്രക്രിയകൾ, ഇൻക്ലൂസീവ്നെസിന്റെ ഇൻക്ലൂസീവ്നെസ് എന്ന ആശയത്തിന്റെ ഒരു അടിവരയിടൽ ആണ് ഈ പാട്ട്. പാട്ടിന്റെ കലാമൂല്യമോ അല്ലെങ്കിൽ കലാപരമായ മേന്മയേക്കാൾ ഉപരി വലിയൊരു ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പാട്ട് പൂജയെ കൊണ്ട് പാടിച്ചതിന്റെ പിന്നിൽ പ്രധാന ലക്ഷ്യം. ആ ആശയം ഇൻക്ലൂസീവ്നെസ് എന്നുള്ളതാണ്. സാമൂഹികമായി ഇവർ ഒറ്റപ്പെട്ടു പോകാതെ സാമൂഹികമായ ഒരു ഉൾച്ചേരലിന്റെ സന്ദേശം ഈ ലോകകപ്പ് വേളയിൽ സംഗീതത്തിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഉല്ലാസ ആൽബത്തിന്റെ ലക്ഷ്യം. താങ്ക് യു. Yeah.